89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ സമയോടെ തുടങ്ങുമ്പോൾ രണ്ടു പേർ ചേർന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് ഗാരേജിന്റെ ഷട്ടർ ഉയർത്താൻ പോകുന്നത്. പുതുവർഷത്തിലെ ആദ്യത്തെ റേഡിയോ ഗാരേജ്. അപ്പൊ നമ്മൾ ഗാരേജിന്റെ ഷട്ടർ മുതൽ ഒരുപാട് ഡെക്കറേഷൻ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പുതുവർഷമാണല്ലോ, ബലൂണൊക്കെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ആടയാഭരണങ്ങളും കൊടിതോരണങ്ങളും അലങ്കാര ലൈറ്റുകളൊക്കെ തൂക്കിയ ഒരു ഗാരേജാണ്. കളർഫുൾ ഗാരേജാണ്. ഈ വർഷത്തിലെ ആദ്യത്തെ ഗാരേജ് ചർച്ചയാണ് തുടങ്ങാൻ പോകുന്നത്. എന്തായാലും പുതുവർഷത്തിലെ പുതുവാഹനങ്ങളുടെ ചർച്ച ഇവിടെ തുടങ്ങുമ്പോൾ 2 മണിക്കൂർ നമ്മൾ പുതിയ വാഹനങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടോ. ഒരുപാട് പേർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരേ ഒരു വണ്ടി മാത്രമാണ് ഇന്ന് ഗാരേജിനകത്തുള്ളത്. അതെ, പുതുവത്സരത്തിൽ ആ ഒരു വാഹനത്തിനെ പറ്റി, അതും പുത്തനൊരു വാഹനമാണ്, അതിനെപ്പറ്റി സംസാരിച്ച് നമുക്ക് ഈ ഒരു വർഷം ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി പ്രത്യേകതകൾ ഈ വാഹനം വാങ്ങിക്കാൻ പലർക്കും ഉണ്ട്. ഒരുപാട് പേർ ആ പ്രത്യേകതകൾ കണ്ടറിഞ്ഞ് ഈ വാഹനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേയധികം പേർ ഇതിന്റെ പുതിയ മോഡൽ വന്നിട്ട് വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഗുണകരമാകാൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അതെ, അത് മാത്രമല്ല നമ്മുടെ റേഡിയോ ഗാരേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പുതുവത്സരാംശ. കെവിൻ, ഈ വാഹനം ഓടിക്കുന്നത്ര എളുപ്പമല്ല. പുതുവത്സരാശംസകൾ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പുതുവത്സരാശംസകൾ. പഠിച്ചു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബുദ്ധ സർക്യൂട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഏത് വാഹനമാണെങ്കിലും കെവിൻ അതൊരു 200 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കും. പക്ഷേ അല്ലേ, ചില അക്ഷരങ്ങൾ സ്ലിപ്പായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടുമല്ലോ. പോലീസുകാരനൊരു അബദ്ധം പറ്റുമല്ലോ. ഓക്കെ, നമ്മളിപ്പോ ഏത് വാഹനമാണ് എന്ന് പറഞ്ഞില്ല. ഒരു കലക്കൻ വാഹനത്തെ കിടലിനായിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ കിയ സെൽറ്റോസ് ആണ് ഗാരേജിനകത്ത്. സെൽറ്റോസിനെ വളരെയധികം സന്തോഷത്തോടെ ഗാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന നേരമാണ്. റേഡിയോയിൽ പാട്ടുകൾ വരുന്ന നേരമാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ 2026 ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന വാഹനം സെൽറ്റോസ് ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനുവും കെവിനുമാണ്. നമ്മൾ കുറച്ചധികം സമയം ഇരുന്ന് ആലോചിച്ചു. 2026 ആദ്യത്തെ ഗാരേജിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന വാഹനത്തിൽ ഒത്തിരി പ്രത്യേകതകൾ വേണം. ഈ വർഷത്തെ ആദ്യത്തെ വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ ഗ്രാഫ് അനുസരിച്ചിരിക്കും ഗാരേജിന്റെ മുന്നോട്ടുള്ള ഗ്രാഫ്. അപ്പൊ അതുകൊണ്ട് പലതരത്തിൽ ചർച്ചകൾ നടത്തിയതിനു ശേഷം എന്തുകൊണ്ട് സെൽറ്റോസിനെ ഇവിടെ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണങ്ങൾ നിരവധിയാണ്. സത്യം പറഞ്ഞാൽ അതിനൊരു എപ്പിസോഡ് തന്നെ കൊടുക്കണം എന്നുള്ളത് ഒരു ആലോചന വന്നതും ആ ഒരു വാഹനത്തിന്റെ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ലെഗസി നോക്കുമ്പോഴാണ്. അതെ, ഉറപ്പായിട്ടും ഒരു കേസ് സ്റ്റഡി നടത്താനുള്ള ഒരു എലമെന്റ് ഉണ്ട് ആ ഒരു വാഹനത്തിന്റെ ഒരു ലോഞ്ച് മുതൽ ഈ ഒരു സമയം വരെ നോക്കുന്ന സമയത്ത് ഇത്രയധികം അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു മോഡൽ കൂടിയാണ് സെൽറ്റോസിനെ പറ്റി. അതായത് ഇപ്പൊ കിയയുടെ പല വാഹനങ്ങൾ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സെൽറ്റോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെൽറ്റോസിനെ പറ്റി ആരും അങ്ങനെ കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് കിയയുടെ തന്നെ ഇതിന്റെ താഴ്ത്തും പൊക്കത്തുള്ള പല വാഹനങ്ങളെ പറ്റി ചെറിയ കുറ്റങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും സെൽറ്റോസിന്റെ 2-3 കുറ്റങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലട്ടോ, സെൽറ്റോസിനെ പറ്റി ഞങ്ങളൊന്നും പറയില്ല. സെൽറ്റോസ് അടിപൊളിയാണ്. അപ്പോൾ ഇപ്പൊ കിയയുടെ ഒരു വരവ് തന്നെ, കിയയുടെ നമ്മുടെ നാട്ടിലേക്കുള്ള വരവ് തന്നെ നോക്കിയാലും എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കിയയുടെ ലോഗോ മാറ്റിയ ഒരു ടൈം ഉണ്ടല്ലോ. അതിപ്പോ കിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലോഗോയെ പറ്റിയൊക്കെ അത്യാവശ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ആ ഒരു ടൈം കിട്ടും. കാരണം ആദ്യത്തെ ലോഗോയിൽ നിന്ന് രണ്ടാമത്തെ ലോഗോയിലേക്ക് ആ ബ്രാൻഡിങ് മാറിയപ്പോൾ മുതൽ വണ്ടിയുടെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്യുന്നതിനകത്ത് മുതലുള്ള ഒരു ലുക്ക് തുടങ്ങുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ലോഗോ വന്നപ്പോൾ വണ്ടിക്ക് ഉണ്ടായിരുന്ന വാഹനത്തിൽ ലോഗോ വെച്ചതിന്റെ പേരിൽ വണ്ടിക്ക് വേറൊരു മാറ്റവും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ലോഗോ മുതലേ പരിപാടി തുടങ്ങും. പരിപാടി വേറെയാണ് എന്നുള്ളത് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ആ ലോഗോ ഡിസൈൻ ചെയ്ത ആളെ പറ്റിയൊക്കെ ആ സമയത്ത് ഒരു ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു. ഞാനത് വായിച്ചിട്ടുണ്ട്. നമ്മൾ ചുമ്മാ നോക്കുമ്പോൾ കിയയുടെ പുതിയ ലോഗോയിൽ കാര്യമായ വലിയ ഡെക്കറേഷനോ കൊടിതോരണങ്ങളോ ഒന്നുമില്ല. കിയ എന്ന് എഴുതിയിരിക്കുന്നത് തന്നെയാണ്. അതെ, നേരത്തെ അതിന് ചുറ്റും ഒരു ചെറിയ സർക്കിളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സർക്കിളൊക്കെ എടുത്ത് കളഞ്ഞ് കിയ മാത്രം. കിയ എന്നുള്ള എഴുത്ത് മാത്രമാണെങ്കിലും ആ ഒരു എഴുത്ത് തരുന്നൊരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. അത് വണ്ടിയിൽ പതിപ്പിക്കുമ്പോൾ കിട്ടുന്ന വാഹനത്തിന്റെ ഫീലും ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ എന്തായാലും കിയ വന്ന കാര്യമാണ് പറഞ്ഞത്. കിയ വന്നപ്പോൾ തന്നെ സെൽറ്റോസ് ഉണ്ടായിരുന്നു. സെൽറ്റോസ് പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പല മാറ്റങ്ങൾ വന്നു. പക്ഷേ മാറ്റങ്ങൾ പലത് വന്നപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ഒന്നും ചേഞ്ച് ചെയ്തൊരു സെൽറ്റോസ് ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ചില്ലറ മാറ്റങ്ങളോടെയാണ് സെൽറ്റോസ് വന്നിരുന്നത്. ഒരുപക്ഷെ 2026 വരുന്ന സെൽറ്റോസ് നമ്മളെല്ലാവരും ഞെട്ടിക്കും. പുറകിൽ പോയിട്ട് പേര് നോക്കിയാൽ മാത്രമേ ഇത് സെൽറ്റോസ് ആയിരുന്നല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടുള്ളൂ എന്നൊക്കെയാണ് പലരും പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ പുറകിൽ പേര് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പരിചയമില്ലാത്തൊരു വാഹനമായിട്ട് തോന്നുന്ന, എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസൈൻ മാറ്റി വരുന്ന പുതിയ സെൽറ്റോസിനെ പറ്റി തന്നെയാണ് റേഡിയോയിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra
Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ സെൽറ്റോസ് 2026 പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ മോഡൽ സെൽറ്റോസിനെയാണ് കേട്ടോ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെവിൻ, നമ്മൾ സെൽറ്റോസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കിയയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കിയ പറഞ്ഞ് സെൽറ്റോസിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു അത്യാവശ്യം ഇന്ത്യയിലെ വാഹന വിപണി വളരെ തകൃതിയായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കിയ പോലുള്ള ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഇന്ത്യയിലേക്ക് കിയ വരാനുള്ള ഒരു സാഹചര്യം, അതിനുശേഷം നാട്ടിലെ വാഹന വിപണിയിൽ വന്ന മാറ്റം? ഇന്ത്യ ആസ് എ മാർക്കറ്റ് എല്ലാ ബ്രാൻഡ്സും, അതിപ്പോൾ ഓട്ടോമൊബൈൽ മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഇന്ത്യ വളരെയധികം ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നമ്മൾ സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ്. ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്ത് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ തന്നെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ചേട്ടാ. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ രാഷ്ട്രീയം കലർത്തി നമ്മൾ കേൾക്കുമെങ്കിൽ പോലും ഇന്ത്യയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അണ്ടർ ഡെവലപ്പിംഗ് തന്നെയാണ് നമ്മുടെ കൺട്രി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് പലർക്കും വിയോജിപ്പുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലെ അവസ്ഥ എന്താണെന്നുള്ളതും. ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. എല്ലാ ബ്രാൻഡ്സും എല്ലാ ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡ്സും ഉറ്റുനോക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. ബിക്കോസ് ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധനം സെല് ചെയ്യാൻ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള വാങ്ങിക്കാൻ ആളുണ്ടാവും. അപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ഒന്നാമത്തെ കാര്യം, അവർക്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞൊരു കൺട്രി കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം ഏത് ബ്രാൻഡ് നോക്കിയാലും നമ്മൾ ഈ ഇന്ത്യയിൽ കാണുന്ന ബ്രാൻഡിന്റെ ബിസിനസ് അല്ല അവരുടെ മെയിൻ റവന്യൂ. അത് അവരുടെ ഒരു പാർട്ട് ഓഫ് ദി റവന്യൂ മാത്രമാണ്. അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. ഇവിടെ ഉണ്ടാക്കിയിട്ട് വേറെ സ്ഥലത്തുണ്ടേ വിൽക്കുക. അതെ, ഈവൻ ഫോർഡ് ഇന്ത്യയിൽ ബിസിനസ് നിർത്തി, പക്ഷെ അവരുടെ പ്ലാന്റ് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഫിയറ്റ് ഇന്ത്യയിലുണ്ട്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ പ്ലാന്റ് ഇപ്പോഴും ഓൺ ചെയ്യുന്നത് മറ്റു ബ്രാൻഡ്സ് ആണ്. അങ്ങനെ നിസാൻ, റെനോ, ഇവർക്കെല്ലാം നമുക്ക് നോക്കുമ്പോൾ ബിസിനസ് കുറവാണ്, പക്ഷെ അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. ഇത് ഇവിടെ വാഹനം ഉൽപ്പാദിപ്പിച്ചിട്ട് ഇതിലും ഇരട്ടി വിലയിൽ മറ്റു രാജ്യങ്ങളിൽ വിൽക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. എല്ലാ ബ്രാൻഡ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. കിയ വന്ന സമയത്തും അവർ നോക്കിയത് അത് തന്നെയാണ്. എക്സ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഹബ്ബാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ കൂട്ടത്തിൽ കുറച്ച് വാഹനങ്ങൾ ഇന്ത്യൻ വണ്ടി എന്തായാലും ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ, അവിടെയും കൊടുത്തേക്കാം. എന്തായാലും നമുക്ക് ഓർമ്മയുണ്ട്, 2 ജിലേബിയും ഒരു കട്ട്ലേറ്റ് ഇവിടെയും കൂടി കൊടുത്തേക്കാം. ഇവൻ ജിംനിയുടെ കേസ്, നമ്മൾ ജിംനിയെ പറ്റി പല എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ജിംനി. 3 ഡോർ ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ 3 ഡോർ ഇല്ല, 5 ഡോർ നമുക്ക് കൊടുക്കുന്നില്ല. ടൊയോട്ടയുടെ പല വാഹനങ്ങൾ, ടൊയോട്ടയുടെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, നല്ല വാഹനങ്ങൾ, അത് ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല ബിസിനസ് പല രീതിയിൽ നടക്കുന്നുണ്ട്. കിയ ആസ് എ ബ്രാൻഡ് നോക്കുന്ന സമയത്ത് അവർക്ക് ആന്ധ്രാപ്രദേശിൽ എനിക്ക് തോന്നുന്നു എത്രയോ ഏക്കർ, ഞാൻ എൻ്റെ ഫിഗർ ഓർക്കുന്നില്ല, അത്രയും വലിയൊരു പ്ലാന്റാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അധികം എനിക്ക് തോന്നുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻപുട്ട് ചെയ്തിട്ടാണ് അത്രയും വലിയൊരു പ്ലാന്റ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. ആ പ്ലാന്റിൽ നിന്ന് കൂടുതൽ എക്സ്പോർട്ടിംഗ് ആണ്. അതിൽ കുറച്ച് വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമുക്ക് ലഭിക്കുന്നത്. ആദ്യം വന്നത് കാർണിവലും കൊണ്ടാണ്. കാർണിവൽ ആസ് ഒരു ലക്ഷറി ബിസിനസ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, ഒരു ലോഞ്ച് ഫെസിലിറ്റി ഒക്കെ നമുക്ക് വാഹനത്തിനുള്ളിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായിരുന്നു ഫസ്റ്റ് വാഹനം. ഒരു 2016-17 സമയത്തായിരുന്നു ആ ഒരു വാഹനം. 18 കോവിഡിൻ്റെ സമയത്തിനോട് അടുപ്പിച്ചാണ് ഒരു വാഹനം ലോഞ്ച് ആയത്. അതിനുശേഷമാണ് സെൽറ്റോസ് വന്നത്. സെൽറ്റോസ് വന്നപ്പോഴത്തേന് കഥ മാറി. സെൽറ്റോസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കിയയ്ക്ക് ഡീലർഷിപ്പുകളാവുന്നു, ഇത്ര മോഡൽ വിൽക്കുന്നു. ബിക്കോസ് ഹ്യുണ്ടായുടെ പാർട്ട് ഓഫ് കമ്പനിയാണ് കിയ എങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ് വേണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ഹ്യുണ്ടായിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ക്രെറ്റ ഇറക്കിയത്. ആ ഒരു സെഗ്മെന്റ് തന്നെ ആ ഒരു സെഗ്മെന്റ് തന്നെ സിസ്റ്റർ കമ്പനി ആയിട്ടുള്ള കിയയുടെ സെൽറ്റോസ് കൊണ്ടുവരുന്നു. അതുവരെ കാണാത്ത ഫീച്ചേഴ്സ് കൊടുക്കുന്നു, ഡിസൈൻ കൊടുക്കുന്നു. 5 ലക്ഷം യൂണിറ്റുകൾ 5 വർഷം കൊണ്ട് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമ്പറാണ്. ബിക്കോസ് അത്രയും ഹൈ പേയിങ് ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. ഒരു 18-22 ലക്ഷം രൂപ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം 5 ലക്ഷം യൂണിറ്റുകൾ വിൽക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല. അതിൽ 2 ചേഞ്ചസ് കൊണ്ടുവന്നു. അത് ഡിസൈൻ എപ്പോഴും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നിലനിർത്താനായിട്ട് സെൽറ്റോസ് അല്ലെങ്കിൽ കിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സെൽറ്റോസിൻ്റെ ബേസിലാണ് സോണറ്റും മറ്റുള്ള ക്ലാവിസും കാരൻസും ഇങ്ങനെയുള്ള പല മോഡൽസും കിയ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു കിയയുടെ ഒരു തുറപ്പുകല തന്നെയാണ് സെൽറ്റോസിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ്. അതെ. സെൽറ്റോസിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് റേഡിയോയിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ സെൽറ്റോസ് കഥകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനുവും കെവിനും കൊണ്ട് കൂടെ സെൽറ്റോസിനെയാണ് 2026 ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ, ഒരുപാട് കാരണമുണ്ട്. അതിൽ എനിക്ക് കാരണമായിട്ട് പറയാനുള്ളത്, കെവിൻ, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഹാരിയർ സഫാരി പറഞ്ഞു, അല്ലെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ വാഹനങ്ങൾ, അതായത് പണ്ടുണ്ടായിരുന്ന എന്നിട്ട് ഏറ്റവും പുത്തൻ മോഡലുകൾ പുറത്തിറക്കുന്ന പല വാഹനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും വീട്ടിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ പുതിയ മോഡൽ പുറത്തിറങ്ങിയപ്പോൾ ആ വാഹനം, വീട്ടിൽ കിടന്ന വാഹനവും പുതിയ മോഡലും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്
വീട്ടിൽ നിൽക്കുന്നവർ പോലും ചർച്ച ചെയ്തിട്ടുണ്ടാകാം. അതായത് നമ്മുടെ വണ്ടിയുടെ പുതിയ വേർഷൻ വന്നു, അതിനകത്ത് ഇന്റീരിയർ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പവറിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, ഡിസൈൻ സൈഡ് പൊതുവെ വ്യത്യാസങ്ങൾ വരാറില്ല. ഏത് വണ്ടികൾ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഭൂരിഭാഗം വണ്ടികളുടെയും കഥകൾ ഇങ്ങനെ തന്നെയാണ്. വേർഷൻസ് പുതിയത് വരുമ്പോൾ കംപ്ലീറ്റ് ഡിസൈൻ മാറ്റി ഒരു പരിപാടി ആരും പിടിക്കാറില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് ഡിസൈനിൽ മൊത്തത്തിൽ ഒരു പൊളിച്ചടക്കൽ നടത്തി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ പാടായി പോകും. പക്ഷെ അവിടെയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് കിയ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഓടിക്കൊണ്ടിരുന്ന സെൽട്ടോസ് 2026 വരുമ്പോൾ ഒരു തരത്തിലും, അതായത് പുറകിൽ പേരെഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാകില്ല ഇത് സെൽട്ടോസ് ആണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ സെൽട്ടോസ് ഇങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ സെൽട്ടോസ് അല്ല എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ഡിസൈൻ എത്തിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഡിസൈനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പുതിയ സെൽട്ടോസിന് നമുക്കൊരു ജനറേഷൻ ചേഞ്ച് എന്ന് വിളിക്കാം. ജനറേഷൻ ചേഞ്ച് വരുമ്പോഴാണ് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ മൊത്തത്തിലൊന്ന് പൊടി തട്ടി എടുക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ചെറിയ ചെറിയ ചേഞ്ചസ്, ചെറിയ ക്രോം എലമെന്റ് ആഡ് ചെയ്യുക, ലൈറ്റ് ഒന്ന് പൊസിഷൻ മാറ്റുക, വടക്കുവശത്തിരിക്കുന്ന ലൈറ്റ് എടുത്ത് തെക്കുവശത്തേക്ക് മാറ്റി വെക്കുക, അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ചെറിയ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ജനറേഷൻ ചേഞ്ച് എന്ന് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ സെൽട്ടോസിൽ അടിപൊളി മാറിയിട്ടുണ്ട്. സെൽട്ടോസ് ആണെന്ന് പറയില്ല, ബിക്കോസ് ഫ്രണ്ടിലെ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറി. നോർമലി കിയ വിളിച്ചുകൊണ്ടിരുന്നത് ടൈഗർ നോസ് ഗ്രിൽ എന്നാണ് അവരുടെ ആ ഒരു ഗ്രില്ലിനെ അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാ വാഹനങ്ങളും അങ്ങനെയാണ്, എല്ലാ വാഹന കമ്പനികളും അങ്ങനെ തന്നെയാണ്. ഓരോ ലൈറ്റിനും ഓരോ പേര് കൊണ്ടുവരും. നമ്മളിപ്പോൾ സിയാറയുടെ കളറൊക്കെ നോക്കുമ്പോൾ മൂന്നാറും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ കളറൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പേരുകളിട്ടാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. കിയ സെൽട്ടോസിന് വിശേഷിപ്പിക്കുന്നത്, സെൽട്ടോസിന് മാത്രമല്ല സോണറ്റിനും അങ്ങനെ തന്നെയാണ്, ടൈഗർ നോസ് ഗ്രിൽ എന്നാണ്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ഡിജിറ്റൽ ടൈഗർ നോസ് ഗ്രിൽ എന്നാണ്. അത് ഡിജിറ്റൽ ആയെന്നാണ് അവർ പറയുന്നത്. എനിക്കൊന്ന് ഇന്ത്യ ഡിജിറ്റലായ സമയത്ത് കിയയും അങ്ങനെ ആക്കിയതായിരിക്കണം. ഓക്കെ, അപ്പോൾ എനിവേ ആ ഒരു ഗ്രില്ലിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഹെഡ് ലാമ്പ് ഗ്രില്ലും ഒറ്റ പാനലിലാണ്. അതായത് പകൽ നോക്കുന്ന സമയത്ത് ഹെഡ് ലാമ്പും എല്ലാം കൂടെ ഒറ്റ യൂണിറ്റ് ആണ്. അത് ലൈറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. എവിടെയാണ് ഇതിന്റെ ലൈറ്റ് ഇരിക്കുന്നതെന്ന് പിടികിട്ടാത്ത രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് ആണ്. കൂടാതെ LED ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 5 ബാറിലുള്ള LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബൾബോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഗ്രില്ലിനകത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെയധികം ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ട് എല്ലാം ഒറ്റ പാനലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഏരിയ ആണ്. പിന്നെ ഫോഗ് ലാമ്പ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതും ഒരു സെപ്പറേറ്റ് പാനലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ADAS വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഏറ്റവും പുതിയ സെൽട്ടോസ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സിൽ ആറാടുകയാണ്. അതിപ്പോ കിയയുടെ ഏത് വാഹനം എടുത്ത് നോക്കിയാലും ഫീച്ചേഴ്സിൽ ഇവരോട് മത്സരിക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. അപ്പൊ 2026 സെൽട്ടോസിനെ വീണ്ടും കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഹിറ്റായി നിന്നിരുന്ന ഒരാളെ പുതുമകളോടുകൂടി വീണ്ടും പുറത്തിറക്കുമ്പോൾ നമ്മളൊരു 200 പേജിന്റെ നോട്ട്ബുക്ക് എടുത്ത് വെക്കേണ്ടി വരും. ഇതിനകത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് എഴുതി തീർക്കാൻ. അതിന് മാത്രം കഥകളുണ്ട്, അതിന് മാത്രം കാര്യങ്ങളുണ്ട്. റേഡിയോയിൽ ഇപ്പൊ പാട്ടുകളുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ സെൽട്ടോസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിനുവും കെവിനും ഉണ്ട്. സെൽട്ടോസ് 2026 പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പ്രത്യേകതകളാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മുഴുവനും കാണാതെ പഠിച്ച് പറയുന്നവർക്ക് ചിലപ്പോൾ കിയ അവാർഡ് വരെ കൊടുത്തു കളയും. അതിന് മാത്രം കാര്യങ്ങളാണ് ഈ സെൽട്ടോസിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്. അതെ, വണ്ടിക്ക് അകത്തേക്ക് നമ്മൾ കയറിയിട്ടില്ല. കാരണം വണ്ടിയുടെ പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. മുൻഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പിൻഭാഗത്തേക്ക് പോകും. എന്താണ് വണ്ടിയുടെ ബാക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും? ബാക്കിലേക്ക് പോകുന്നതിന് മുന്നേ സൈഡിൽ നമുക്കൊരു പുതിയ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. നൈസ്. പിന്നെ ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ADASന്റെ ഭാഗമായിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു കളർ സ്കീം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ചധികം സൈഡിൽ കുറച്ച് മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബൈക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ക്ലാവിസിലും അതുപോലെ തന്നെ കിയയുടെ ഇന്റർനാഷണൽ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രീവിയസ് സെൽട്ടോസിനോട് തന്നെ സാമ്യമുള്ള ഒരു രീതിയിലുള്ള ഒരു റിയർ എൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് യാതൊരുവിധ ബന്ധവുമില്ല. രണ്ടുപേരും കണ്ടാൽ ഒരു തരത്തിലും മനസ്സിലാകാത്ത പറ്റാത്ത ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിയർ എൻഡ് നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടത് റിയർ എൻഡ് ആണ്. ഫ്രണ്ടിലെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കെവിൻ ഓടിച്ചു വന്നിട്ട് ഇങ്ങനെ നിരാശയോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റുന്നു. അപ്പോൾ സെൽട്ടോസ് നമ്മളെ നിരാശപ്പെടുത്തി, ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഒരു പക്ഷേ ആദ്യം ഇഷ്ടപ്പെടാതിരുന്ന് അത് കണ്ട് ഇഷ്ടപ്പെടുന്നിടത്തേക്ക് എത്തിക്കലായിരിക്കും കിയയുടെ പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ആ സെൽട്ടോസ് എന്നുള്ള ഒരു വാഹനത്തിന് നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു ഇമേജ് ആണ്. നമ്മളിപ്പോൾ ഒരാളുടെ ഫോൺ വിളിക്കുമ്പോൾ പറയണം എടാ ഞാൻ സെൽട്ടോസ് എടുക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ട്. ഒരു സെൽട്ടോസ് ഉണ്ട്. ആ സെൽട്ടോസ് അല്ല ഈ സെൽട്ടോസ്. അതെ, അത് മൊത്തത്തിൽ മായ്ച്ചു കളയേണ്ടി വരും. എല്ലാവരും മനസ്സിൽ കൊണ്ടുവന്ന സെൽട്ടോസ് മായ്ച്ചു കളയും. ഇത് 2026 പുതിയ സെൽട്ടോസ് ആണ്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. വളരെയധികം വ്യത്യാസമുള്ള ഒരു മോഡലാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമല്ലോ. കരിയറേ കിട്ടുള്ളൂ.
അതെ. അപ്പോ വണ്ടിയുടെ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. പാട്ടുകൾ കഴിഞ്ഞാൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാണ്. യെസ്, കേട്ടുകൊണ്ടിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM-ൽ. റേഡിയോ ഗാരേജ് ആണ്. വിനുവും കെവിനും ഉണ്ട് കൂടെ. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സെൽട്ടോസ് കഥകളാണ്, സെൽട്ടോസ് കാര്യങ്ങളാണ്. കാരണം 2026-ൽ സെൽട്ടോസ് വളരെയധികം പുതുമകളോടുകൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. വണ്ടിയുടെ പുറം മുതൽ അകം വരെ എല്ലാ മാറ്റങ്ങളാണ്. കെവിൻ, നമ്മൾ വണ്ടിയുടെ പുറത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വണ്ടിയുടെ അകത്തേക്ക് കയറാലോ? അതെ. ഓക്കെ, വണ്ടിയുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? അകത്തേക്ക് കയറുന്നതിന് മുന്നേ പ്രീവിയസ് ജനറേഷൻ സെൽട്ടോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാഹനത്തിന്റെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. ലെങ്ത് വരെ കൂടി. ലെങ്ത് കൂടി എന്ന് പറഞ്ഞാൽ ഒരു 100 മില്ലിമീറ്ററിൽ താഴെയുള്ള വ്യത്യാസങ്ങളാണ്. കാര്യമായിട്ടുള്ള വലിയ ഉണ്ണി വളർന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു, അതെ, ഉണ്ണി ചെറുതായിട്ടൊന്ന് വളർന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ ഉണ്ണി വളർന്നു എന്ന് പറയും. ഞങ്ങൾ വലുപ്പം വരെ കൂട്ടിയാലും ഇറക്കിയത്. എന്തോരം കൂട്ടി? ഞങ്ങൾ മില്ലിമീറ്റർ ആണ് കൂട്ടിയത്. എത്ര കൂട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെറിയ മാറ്റങ്ങളാണ്. വാഹനത്തിന്റെ ലെങ്ത് കുറച്ചുകൂടി, വിഡ്ത്ത് കുറച്ചുകൂടി, ഹൈറ്റ് കുറച്ച് കുറഞ്ഞു, വീൽ ബേസ് കുറച്ചുകൂടി, ഹൈറ്റ് കുറച്ച് കുറഞ്ഞു. സോ ഇങ്ങനെയുള്ള ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് കുറയാൻ കാര്യം നമ്മുടെ റിയർ എൻഡിലേക്ക് ഒരു സമയത്ത് ഒരു എയറോഡൈനാമിക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു റൂഫ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ വന്നതുകൊണ്ടാണ് ഹൈറ്റ് കുറയ്ക്കാൻ, അതായത് മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സ്ലോപ്പിംഗ് ആയതുകൊണ്ടുള്ള ഒരു വ്യത്യാസം. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യാസം നമുക്ക് ഉള്ളിലാണ് അറിയാൻ സാധിക്കുന്നത്. വാഹനത്തിന്റെ ബാക്ക് സീറ്റിലേക്ക് വരാം. ബാക്ക് സീറ്റിൽ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് നിവർന്ന് വിസ്തരിച്ചിരിക്കാം. കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും. സീറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സീറ്റിന്റെ പൊസിഷൻ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടായിട്ട്, അതായത് എനിക്ക് ഫ്രണ്ടിലെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, റിയറിലെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, ഇന്റീരിയറിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ ഒരു വാഹനത്തിലെ ഫ്രണ്ട് ഒന്ന് മാറ്റി പഴയ ഫ്രണ്ട് വെക്കുമായിരുന്നെങ്കിൽ ഞാൻ 100 മാർക്ക് കൊടുത്തേനെ. അതെ അതെ. കെവിൻ പുതുമകളെ ഒരു തരത്തിൽ അംഗീകരിക്കാത്ത മനുഷ്യരാണ്. അങ്ങനെയല്ല, കെവിന്റെ മനസ്സ് ഭയങ്കര ചെറുത്, അതുകൊണ്ടാണ്. അങ്ങനെയല്ല, എനിക്ക് ഫ്രണ്ടിലെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട സംഭവം കുറെ കാലം കണ്ടതിന് ശേഷം പിന്നീട് ഒരു മാറ്റം വരുമ്പോൾ അത് ഇതിനേക്കാളും നല്ലതായിട്ട് എല്ലാവർക്കും തോന്നണം. അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും. പിന്നെ നമ്മളത് അവരവസ്ഥയിൽ അതിന് ഇഷ്ടപ്പെട്ടങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോഴത്തേക്കും പഴയ സെൽട്ടോസ് മൺമറഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്നൊക്കെ അത് പയ്യെ ഇല്ലാണ്ടായി ഈ ഒരു സെൽട്ടോസ് എല്ലായിടത്തുമായി അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇന്റീരിയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്റീരിയർ കൊള്ളാം, പഴയതിനേക്കാളും മികച്ചതാണ്. പഴയതിൽ നമുക്ക് അങ്ങനെ മോശം പറയാനൊന്നുമില്ല. എന്നാൽ അതിലും അടുത്ത സ്റ്റെപ്പ്, അടുത്ത ലെവലിലേക്ക് എത്തി അല്ലേ? അതിനെ മാക്സിമം അതിനെ ഒരു റീവാമ്പ് ചെയ്തിട്ട്. കൊള്ളാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയർ സീറ്റിന്റെ കംഫർട്ടാണ്. നന്നായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. നല്ല കംഫർട്ട്. നമ്മൾ ചില വാഹനങ്ങളിലൊക്കെ ഈ ഒരു സെഗ്മെന്റിലെ ചില വാഹനങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ ചെല്ലുമ്പോൾ തന്നെ ആഹാ, എന്നാ ഡ്രൈവറിനോട് വണ്ടി എടുത്തോ എന്നുള്ള ഒരു രീതിയിലേക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. നല്ല അണ്ടർത്തെ സപ്പോർട്ടാണ്. നമുക്ക് യാത്രയിൽ കുറച്ച് കൂടുതൽ കംഫർട്ട് തരുന്നത് എപ്പോഴും സീറ്റിന്റെ ഒരു പൊസിഷനാണ്. നല്ല പൊസിഷൻ തരുന്ന സീറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അത് ഡ്രൈവർ സൈഡിലും ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ കംഫർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാസഞ്ചറിൽ നല്ല കംഫർട്ടാണ് വരുന്നത്. അതിനുവേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. നമുക്ക് സൺബ്ലൈൻഡ് വരുന്നുണ്ട്, ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്, വലിയ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, നല്ല പവർഫുൾ ആയിട്ടുള്ള AC വരുന്നുണ്ട്, പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്തും ഞാൻ കൊടുത്ത കാശിന് എനിക്ക് കുറച്ച് ലക്ഷറി എലമെന്റ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്, കൊടുത്ത കാശ് മുതലാക്കി എന്നുള്ളൊരു തോന്നൽ വണ്ടി വാങ്ങിക്കുന്ന എല്ലാവർക്കും. അതെ. അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ആക്സസറീസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്സസറീസ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് റിയർ സീറ്റിൽ സൺബ്ലൈൻഡ് ഉണ്ട്. ഈ സൺബ്ലൈൻഡ് തന്നെ കുറച്ചുകൂടെ പ്രൈവസി വേണമെങ്കിൽ ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസും ബാക്കിലെ റിയർ വിൻഷീൽഡിലൊക്കെ നമുക്ക് ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ കുറച്ചുകൂടി ഒരു നിലവിലുള്ള ഫീച്ചേഴ്സിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഒരു ആക്സസറീസ് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും പുതിയ സെൽട്ടോസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല പാട്ടുകൾ വരുന്നുണ്ട് റേഡിയോയിൽ. സെൽട്ടോസിനെ പറ്റി തന്നെയാണ് കേട്ടോ ഗാരേജിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവും കെവിനും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Radio Garage.
റേഡിയോ ഗാരേജിൽ സെൽറ്റോസിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ പോകുന്ന സെൽറ്റോസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കണ്ടതിന്റെ വെളിച്ചത്തിലും ഓടിച്ചതിന്റെ വെളിച്ചത്തിലുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് കെവിൻ എന്നാണ്. കെവിനോട് ഇങ്ങനെ സെൽറ്റോസ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് വിനു എന്നാണ്. കെവിൻ, അപ്പോൾ വണ്ടിയുടെ അകം മുതൽ അല്ലെങ്കിൽ വണ്ടിയുടെ പുറം മുതൽ അകത്തേക്ക് എത്തി, അകത്തുനിന്ന് ബാക്കിലെ സീറ്റിലെത്തി, അവിടെ നമുക്ക് മുൻപിലെ സീറ്റിലേക്ക് എത്തിക്കണ്ടേ? മുൻപിലെ സീറ്റിലേക്ക് ചെല്ലുമ്പോൾ മുൻഭാഗത്ത് എന്തൊക്കെയാണ് ഇതുപോലെ വണ്ടി ഓടിക്കുന്നയാൾക്കും കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്നവരെയും സന്തോഷിപ്പിക്കാൻ പാകത്തിന് കിയ തരാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നിട്ടുള്ളത്? ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റും ആ ഒരു കോക്പിറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ സെൽറ്റോസിൽ ഉണ്ടായിരുന്ന കുറച്ച് പോരായ്മകളുണ്ട്. പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോരായ്മകൾ, മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് റോയൽ ആണ്. അതെ, അത് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോഴാണ് പ്രീവിയസ് വാഹനത്തിൽ നിന്നും ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വലിയൊരു പുതിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വലിയൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 30 ഇഞ്ച് വലുപ്പമുള്ള. 30 ഇഞ്ച്. അതെ, അതിൽ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കതിങ്ങനെ കുറെ നേരം അതിലിങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽ വരുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, മെമ്മറി ഫംഗ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് സൈഡ് വ്യൂ മിററിന്റെ മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മള് ഹാരിയറിൽ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പുതിയ ആഡോൺസ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. ഒരു ഡി കട്ടിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഗിയ വാഹനങ്ങളിൽ നിന്നും വ്യത്യാസമുള്ള സ്റ്റിയറിംഗ്, അതായത് സിറോസിലൊക്കെ കാണുന്ന സെയിം ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റിലാണെങ്കിലും നല്ല അണ്ടർത്തെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാര്യം അണ്ടർത്തെ സപ്പോർട്ട് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാല് സ്റ്റിയറിംഗിൽ ഇടിക്കും. അത്ര രീതിയിൽ ആ ഒരു കംഫർട്ട് ലെവല് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിന് കൊടുത്തിട്ടുണ്ട്. അത്രയധികം കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നല്ലതായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഗിയർ ബോക്സ് കോമ്പിനേഷൻ ഡിഫറൻ്റ് ആണ്. നല്ല ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി സെൻട്രൽ കൺസോളിൽ കൊടുത്തിരിക്കുന്ന ഒരു ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റും ഒരു പുതിയ ട്രീറ്റ്മെൻറ്റും ഒരു ടോപ്പ് ക്ലാസ് ഹൈ എൻഡ് വാഹനങ്ങളിൽ കാണുന്ന ഒരു ലെവൽ തന്നെയാണ്. സെൽറ്റോസ് എപ്പോഴും അല്ലെങ്കിൽ കിയ വാഹനങ്ങൾ എപ്പോഴും ഈ ഒരു സെൽറ്റോസിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെന്റിൽ മറ്റു വാഹനങ്ങൾക്ക് കിട്ടാൻ പറ്റാത്ത ഫീച്ചേഴ്സാണ്. ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അതങ്ങനെ തന്നെയാണ് നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സെൽറ്റോസിന് മാത്രം മത്സരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലെവൽ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ അതുക്കും മേലെ ചെയ്തു വെച്ചിരിക്കുന്നു. നമുക്ക് ഡിഫൻഡർ ഒക്ട മോഡൽസിൽ കണ്ടിട്ടുള്ള ഒരു എലമെന്റ് ആണ് സ്റ്റിയറിംഗിൽ ഡ്രൈവ് മോഡ്സ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ ഒരു സെപ്പറേറ്റ് ബട്ടൺ കൊടുത്തിട്ട് ഡ്രൈവും ട്രാക്ഷൻ മോഡും. 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. എക്കോ, സിറ്റി, സ്പോർട്ട്, പ്ലസ് കൂടാതെ ട്രാക്ഷൻ മോഡ്സും സ്നോ, മഡ്, സാൻഡ് 3 ട്രാക്ഷൻ മോഡ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു സ്റ്റിയറിംഗിൽ നിന്ന് പിടിവിടാതെ എല്ലാ വാഹനത്തിനും മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ കോൾ എടുക്കാനും മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കണോ കൂട്ടണോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ സ്റ്റിയറിംഗിൽ നിന്നും കൈയെടുക്കാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് പാക്കഡായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. സ്റ്റിയറിംഗിൻ്റെ മെക്കാനിക്കൽസ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു DC മോട്ടറായിരുന്നു, ഇപ്പോൾ അതൊരു ബ്ലാക്ക് മോട്ടറാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് 79 എണ്ണം ടോർക്ക് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിയറിംഗ് കോളവും സ്റ്റിയറിംഗിൻ്റെ ഒരു ലേഔട്ടും മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഫീഡ്ബാക്ക് കൂടിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുണ്ട് പ്രീവിയസ് സെൽറ്റോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരുപാട് പുതുമകൾ നിറഞ്ഞ സെൽറ്റോസ് കഥകളാണ് റേഡിയോയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയം ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ സാധാരണ ഗാരേജിൽ പുതിയ വാഹനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏറെക്കുറെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്താറുള്ള 1-2 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. അതിനകത്തേക്കാണ് എത്തുന്നത്. സെൽറ്റോസിനെ പറ്റി ഇത്രത്തോളം സന്തോഷത്തോടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നും പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഉയർന്ന ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെവിൻ, വണ്ടിയുടെ വില എത്രയാണ്, വണ്ടി എപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും, വണ്ടിയുടെ പവർ എങ്ങനെയാണ്, പവറിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? അപ്പോൾ 3 ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വാഹനത്തിൽ എയ്ഡാസിന്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 21 എയ്ഡാസ് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 21. അതിൽ 18 എണ്ണം ഡ്രൈവിംഗ് എയ്ഡാസ് ഫീച്ചേഴ്സും 3 എണ്ണം പാർക്കിംഗ്. അത് വാഹനം ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് വാഹനം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാഹനം ബ്രേക്ക് ചെയ്യും. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ഫീച്ചേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ്, ഫ്രണ്ടിലെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് ക്രൂയിസ് അഡ്ജസ്റ്റ് ആകുക, ഇങ്ങനെയുള്ള കുറേയധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 3 ക്യാമറ, സൈഡിൽ 2 ക്യാമറ, ബാക്കിൽ 3 ക്യാമറ, ഇങ്ങനെ 8 ക്യാമറയും 2 റഡാറും വെച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിന്റെ എയ്ഡാസ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സഫാരി ഹാരിയറിൽ 5 ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടിയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് 8 ക്യാമറയിലേക്ക് മാറുവാണ്. അതെ, അപ്പം കുറേയധികം ടെക്നോളജി പരമായിട്ട് ഏറ്റവും ഈ ഒരു
ബഡ്ജറ്റിൽ എത്രയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത് മുഴുവൻ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. കൊടുക്കുന്ന പൈസ നമ്മൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഓരോ എമൗണ്ട് ഓരോ കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചാലും നമ്മൾ ഓർക്കും ഇതിനേക്കാളും കുറവ് പൈസയുള്ള ഞാൻ കൊടുത്തത്, അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ടല്ലോ എന്ന്. ഈ എയ്ഡേഴ്സിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ചില പ്രോഡക്ട്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിപ്പോൾ എന്തുവാ ഓട്ടോമൊബൈലോ എന്ത് പ്രോഡക്ട്സ് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യും. എന്നാൽ ഇവിടെ എഞ്ചിൻ സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. നോർമൽ, നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, ടർബോ പെട്രോൾ, ഡീസൽ. നിരവധി എഞ്ചിൻ ഗിയർ ഓപ്ഷൻ കോമ്പിനേഷൻസും നമുക്ക് വരുന്നുണ്ട്. യാതൊരു കുറ്റവും പറയാൻ പറ്റാത്ത, യാതൊരു കുറ്റവും നമുക്ക് പറയാനില്ല, അത്തരത്തിലുള്ള ഒരു എഞ്ചിൻ ഫീഡ്ബാക്കാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ടർബോ പെട്രോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അപ്പോൾ എന്താ ഡീസൽ ഇഷ്ടപ്പെടാത്ത? എന്താ ഡീസൽ ഇഷ്ടപ്പെടാത്തത് വേറൊന്നും കൊണ്ടല്ല, കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ്. പവർ നോക്കുന്ന സമയത്ത് 160 PS പവറും 253 എണ്ണം ടോർക്കുമാണ് ടർബോ പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് 116 PS പവറും 250 എണ്ണം ടോർക്കും. അതായത് ഡീസലിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് പെട്രോൾ എഞ്ചിൻ വന്നിരിക്കുന്നത്. നല്ല ഫീഡ്ബാക്ക് ആണ്, നല്ല റിഫൈൻമെന്റ് ആണ്. നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡീസൽ റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാളും ക്വിക്കറായിട്ട് പെട്രോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി 7 സ്പീഡ് DCT കൊടുത്തിട്ടുണ്ട്. ഡീസലിലേക്ക് വരുമ്പോൾ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. സോ നല്ല ഒരു ഗിയർ ബോക്സ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ട് ഫണ്ണായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം, ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടർബോ പെട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ അവസാന ഘട്ടത്തിൽ പറയാറുള്ളത് വണ്ടിയുടെ വില എത്രയാണ്, വിലയിൽ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വില അനൗൺസ് ചെയ്തിട്ടില്ല. ഹാരിയർ സഫാരി പോലെ തന്നെ കെവിൻ നിരാശപ്പെടുത്തുവാണ്, വില വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കേട്ടതിന് ശേഷമുള്ള അടുത്ത ഒരു 3-4 ദിവസത്തിനുള്ളിൽ വില വന്നിട്ടുണ്ട്. ബിക്കോസ് ജനുവരി 2nd വീക്കിലേക്കായിരിക്കും ഈ ഒരു വാഹനത്തിന്റെ വില എത്താൻ പോകുന്നത്. ശരി, അപ്പോ എപ്പോഴത്തേക്ക് നമുക്ക് വീടുകളിലേക്ക് വണ്ടി എത്തിക്കാൻ പറ്റും? വില വന്നതിന് ശേഷം ബുക്കിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു ജനുവരി എൻഡോട് കൂടിയൊക്കെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി മാർച്ച് വണ്ടികൾ വീട്ടിലെത്തും. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സെൽട്ടോസ് നമ്മൾ മെല്ലെ ഷട്ടറിന്റെ അകത്തേക്ക് കയറ്റാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും വണ്ടിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ, സെൽട്ടോസിന്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിനി വരാനുണ്ട്. കെവിന്റെ കയ്യിലേക്ക് വണ്ടി കിട്ടാനുണ്ട്. അപ്പോൾ ഇനിയും സെൽട്ടോസുമായിട്ട് നമ്മൾ വരും. സെൽട്ടോസുമായിട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മോഡലാണല്ലോ, ഇഷ്ടമുള്ള ബ്രാൻഡ് ആണല്ലോ. അപ്പോൾ വീണ്ടും കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ടുപേർ ചേർന്ന് മെല്ലെ ഗാരേജിന്റെ ഷട്ടർ താത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വളരെയധികം ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റും, 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.